ഈ ഒരു സാധനം കയ്യിൽ കിട്ടിയാൽ ഒരിക്കലെങ്കിലും ഗജനി കളിക്കാത്ത ആൾക്കാർ കുറവായിരിക്കും. ഞാനും ഏട്ടനാണെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയെങ്കിലും അയലത്ത് പോലും എത്താൻ പറ്റിയില്ല. പിന്നെ ഓരോരുത്തർക്കും ഓരോ പണിയുണ്ടെന്ന് പറയാൻ പോലെ നമുക്കതൊന്നും പറ്റിയില്ലെങ്കിലും നല്ല അടിപൊളി ബീഫും കപ്പയും ഉണ്ടാക്കാന്ന് വിചാരിച്ചു. അങ്ങനെ ബീഫൊക്കെ സെറ്റ് ചെയ്തിട്ട് അടുപ്പത്ത് വെച്ചിട്ട് ഉള്ളിയൊക്കെ അരിഞ്ഞെടുത്തു. ഉള്ളി അരിഞ്ഞ് തീരുന്നതിന് മുമ്പിട്ട് മോളുടെ ചെറിയൊരു ബഹളം വന്നു. അത് പിന്നെ വലിയൊരു ബഹളമായി മാറിയപ്പോൾ അവളെ എടുത്തു പോയിട്ട് നേരെ ഉറക്കി. മോളെ ഉറക്കി വരുമ്പോഴത്തേക്ക് ബീഫൊക്കെ ഏട്ടൻ റെഡിയാക്കി വെച്ചുകൊണ്ട് അത് വലിയൊരു ആശ്വാസമായിരുന്നു എനിക്ക്. പിന്നെ അടുത്ത പണി എന്ന് പറയുന്നത് കപ്പ വേവിക്കാന്നാണ്. അപ്പൊ കപ്പയ്ക്കുള്ള വെള്ളമൊക്കെ അടുപ്പത്ത് വെച്ച് കപ്പയൊക്കെ കഴുകി അതിനകത്തിട്ട് നല്ലോണം വേവിച്ചെടുത്തു. കപ്പയ്ക്ക് പിന്നെ കാന്താരി കൊണ്ട് വറവിടാന്ന് പറഞ്ഞിട്ട് പറമ്പ് പോട്ടേട്ടൻ കുറച്ച് കാന്താരി പറിച്ചിട്ട് വന്നു. അങ്ങനെ കാന്താരി കൊണ്ട് വറവിട്ട കപ്പയും ബീഫും പപ്പടമൊക്കെ കൂട്ടിയിട്ട് ഒരു പിടി പിടിക്കാൻ പോവാണ്. ഞങ്ങളിവിടെ ഇതൊക്കെ ഒന്ന് ഉണ്ടാക്കി വരുമ്പോഴത്തേക്ക് ഉച്ചയായതുകൊണ്ട് തന്നെ ചോറും കറിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ചോറ് കഴിക്കാൻ ഇൻട്രസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞങ്ങൾ എല്ലാവരും കപ്പ തന്നെ കഴിച്ചു കേട്ടോ. അമ്മയൊക്കെ പിന്നെ ചോറാണ് കഴിച്ചത്. എന്താണെങ്കിലും ബീഫും കപ്പയും കൂട്ടി കഴിക്കുക എന്ന് പറയുമ്പോൾ അതൊരു ഒന്നൊന്നര കയ്പ് തന്നെയായിരുന്നു. കുറെ നാളിന് ശേഷമാണ് ഞങ്ങൾ കപ്പയും ബീഫൊക്കെ ഉണ്ടാക്കി കഴിക്കുന്നത്. എന്താണെങ്കിലും അടിപൊളിയായിരുന്നു. അങ്ങനെ കപ്പയും ബീഫൊക്കെ കഴിച്ചിട്ട് എൻ്റെ അടുത്ത പരിപാടി എന്ന് പറയുന്നത് ഏട്ടൻ ഇന്നലെ ഒരു മുന്തിരി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതിനാണെങ്കിൽ ഒടുക്കത്തെ പുളിയും. അപ്പൊ അത് കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഉണക്ക മുന്തിരി ഉണ്ടാക്കാന്ന്. അങ്ങനെ നല്ലോണം കഴുകി വേവിച്ചിട്ട് ഉണക്ക ഇടാൻ വേണ്ടി പോവാണ്. ഈ ഒരു വെയിലത്ത് പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. പിന്നെ പറയാതിരിക്കാൻ വയ്യ, ഒരു 5 മിനിറ്റ് ടെറസിൽ നിൽക്കുമ്പോഴത്തേക്ക് എൻ്റെ പാതി ജീവൻ പോയി. നമ്മൾ ഈ മരുഭൂമിയിൽ മഴ എന്നൊക്കെ പറയുന്ന പോലെ ടെറസിൽ നിന്ന് താഴത്തേക്ക് ഇറങ്ങി വന്നപ്പോൾ ആണെങ്കിലോ ഒരു പെട്ടി ഐസ്ക്രീം കിട്ടി. ഈ ഒരു ഐസ്ക്രീം സച്ചിനേട്ടന്റെ കസിൻ ബ്രദർ മോൾക്ക് വേണ്ടി കൊണ്ടുവന്നതാണെങ്കിലും അവൾക്ക് കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും കൂടെ അങ്ങ് ഷെയർ ചെയ്ത് കഴിച്ചു. അപ്പൊ എന്താണെങ്കിലും ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. ലവ് യു ഓൾ.